ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള ഒരു അടിപൊളി 5 ജ്യൂസുകളാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളത്. ഈ ചൂടുകാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണിത്. അപ്പം അതിന് വേണ്ടി ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ തൊലി കളഞ്ഞതും, പിന്നെ കുറച്ച് ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. അതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ചെറിയൊരു കഷ്ണം പച്ചമുളകും അതിൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ജ്യൂസ് ഒന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മുന്തിരി പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ചത് ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു ലെമൺ, പിന്നെ വെള്ളം. ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ലെമൺ ഒന്ന് ജ്യൂസ് എടുക്കാം. പിന്നെ അതിനകത്തോട്ടേക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ജ്യൂസ് ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐസ് ക്യൂബും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഡബിൾ ലെയറായിട്ട് നമ്മുടെ ഈ ജ്യൂസ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ജ്യൂസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂണ് കസ്കസാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് ഒരു 3 ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്ലാസ്സിലോട്ട് ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്പൂൺ കസ്കസും കൂടെ ചേർത്ത് അതിന് മീതായിട്ട് നമ്മുടെ ആ ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു അടിപൊളി വെറൈറ്റി ജ്യൂസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനി അടുത്തതൊരു ഷെയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത്, അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ നമ്മളിതിൽ, വെറും പാല് മാത്രമേ നമ്മളിതിൽ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഷേക്കാണ്. നമുക്ക് നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓരോ ഫീഡ്ബാക്കും വിലപ്പെട്ടതാണെന്ന് അറിയാലോ, അപ്പോൾ കമൻസ് വഴി അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ എന്ന് പറയണത്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കപ്പ് അവലാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചെറുതായൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ഒരു 6-7 ചെറുപഴമാണ് കേട്ടോ. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൈസൂർ പഴമാണ്. ഏത് പഴമായാലും കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യമുള്ള പഞ്ചസാരയും 2 കപ്പ് പാലും ഒരു 2-3 സ്പൂണ് ബൂസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതും അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷേക്കാണ് കേട്ടോ. ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ അവിലെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇതിൽ ചേർത്ത് അത് നമുക്ക് ഇഷ്ടം പോലെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് നട്ട്സൊക്കെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.